ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും വന്യ AP ജോർജ് അച്ഛൻ, പ്രിയമുള്ള ശുശ്രൂഷന്മാരെ, ശുശ്രൂഷകരെ, വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ നിമിഷം വരെ നമ്മെ എല്ലാം കരുണയോടെ കൃപയോടെ കാത്ത് പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാൻ, മഹത്വപ്പെടുത്തും. ഇനിയുള്ള സമയങ്ങളിലും നാളുകളിലും എല്ലാം അവിടുത്തെ വലങ്കരം നമ്മെ പിടിച്ച് വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി സ്തുതിക്കാം. ഇന്നത്തെ വചന കേൾവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം, ജീവൻ നൽകുന്ന വചനം, സൗഖ്യം നൽകുന്ന വചനം, സമാധാനം നൽകുന്ന വചനം, ക്ഷമയും സ്നേഹവും സഹനത്തിന്റെ ആത്മാവുകൊണ്ട് നിറയ്ക്കുന്ന വചനവും. ആ വചനം നമ്മെ നിറയ്ക്കട്ടെ. അതിനുവേണ്ടി വന്നിയ അച്ഛന് ദൈവത്തിന്റെ വലിയ കൃപ നൽകി ആ നിഴലിൻ കീഴിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൂടുതൽ കൃപമേൽ കൃപ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ വന്നിയ AP ജോർജ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ സമയത്ത് എല്ലാവരെയും ഈ സുവിശേഷ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയതായ കൃപ, ദൈവത്തിൻ്റെ വലിയതായ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം, നമ്മോട് ദൈവം കരുണ കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വചനത്തിന് വേണ്ടി ഒരുങ്ങാം. വന്നിയ AP ജോർജ് അച്ഛനെ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ വചന സന്ദേശത്തിന് വേണ്ടി ഈ സമയത്ത് ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട അച്ഛ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, കൊയർ, അൾത്താരയിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സന്ധ്യാവന്ദനം. നമ്മൾ 8 നോമ്പിൻ്റെ 8 ദിവസവും ആരാധനയിലും ഗാനശുശ്രൂഷയിലും വചന കേൾവിയിലും ജാഗ്രതയോടും ശ്രദ്ധയോടും പങ്കെടുത്ത് മുടക്കം കൂടാതെ ഇതൊരു മാറ്റമില്ലാത്ത പ്രതിജ്ഞയായിട്ട് ഏറ്റെടുത്ത് ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട്. നാട്ടിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ദൈവമക്കൾ ഈ ദിവസങ്ങൾ മുൻകൂട്ടി ജോലിയിൽ നിന്നും മറ്റ് തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? നമ്മൾ ജീവിക്കുന്നത് ഒരു ഫാസ്റ്റ് ട്രാക്ക് കൾച്ചറിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കടമെടുക്കുന്ന ഈ സമയങ്ങൾ നമുക്ക് തരുന്ന പ്രയോജനം എന്താണ്? അത് നമുക്ക് പ്രത്യേകിച്ച് വിലയിരുത്താൻ കഴിയാത്തതാണ്. ആത്മശരീര മനസ്സുകളിൽ ഹീലിംഗ്, സൗഖ്യം നേടുന്ന അനുഭവമാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നത് സ്ട്രെസ്സാണ്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തതും അറിയേണ്ട ആവശ്യമില്ലാത്തതുമായ ഗോസിപ്പുകളുടെ, സംഘർഷങ്ങളുടെ, ക്രൂരതകളുടെ ഒരു ഇൻപുട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയ തരുന്നത്.
എവിടെ തിരിഞ്ഞു നോക്കിയാലും ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ്. അതിനിടയ്ക്ക് അല്പം സമയം കടമെടുത്ത് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ദിസ് അറ്റ്മോസ്ഫിയർ ഈസ് ഇമോഷണലി ന്യൂട്രൽ. എനിക്ക് തോന്നുന്നില്ല ഈ ദേവാലയത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഇത് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ്റെയോ അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നവരുടെയോ പ്രത്യേകിച്ച് കഴിവുകൊണ്ടൊന്നുമല്ല. ഇവിടെ നമ്മളൊരു വേറിട്ടിരിക്കുന്ന സമയമാണ്. ദാറ്റ് ഈസ് ദി ഹീലിംഗ് ടൈം. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വേറിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ആസക്തികളിൽ നിന്നും വേറിട്ട് ദൈവത്തോടിരിക്കുന്ന സമയം ഒരു ഹീലിംഗ് ടൈമാണ്. അത് നമ്മുടെ ആത്മശരീര മനസ്സുകളിൽ ഒത്തിരി ഹീലിംഗ് ഉണ്ട്. അത് മെഷർ ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. ഗാനശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു വേറൊരു ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഒരു മാനസികാവസ്ഥ മാറുകയാണ് ധ്യാനിച്ചിരിക്കുമ്പോൾ. മനഃശാസ്ത്ര മേഖലയിൽ മ്യൂസിക് തെറാപ്പി എന്നൊരു വിഭാഗം തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ, മനസ്സിന് സ്നിഗ്ധ വികാരങ്ങൾ ഉണർത്താൻ സംഗീതത്തിനുള്ള അപാരമായ കഴിവുകൾ കണ്ടെത്തിയതുകൊണ്ട് പലതരത്തിലുള്ള സംഗീതങ്ങൾ, ഇൻസ്ട്രുമെന്റ് മ്യൂസിക്, ആരാധന, വളരെ പാസീവായിട്ടുള്ള മ്യൂസിക്, സ്ലീപ്പ് ഇൻഡ്യൂസിങ് മ്യൂസിക്, അങ്ങനെ ഒത്തിരി മ്യൂസിക്കുകൾ രംഗത്ത് വരുന്നുണ്ടിരിക്കുന്നു. ഇതിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഒരു സംതൃപ്തിയാണ്, ഒരു ഹീലിംഗ്. മനോഹരമായ ഗാനശുശ്രൂഷ ഒരുക്കി അനേകം ദൈവമക്കൾക്ക് വന്ന് സുഖപ്പെടുവാൻ, ജീവജല നദിയിൽ നിന്ന് കുടിച്ച് സമൃദ്ധരാക്കുവാൻ ഈ ദേവാലയം ഒരുക്കിയ ഈ അനുഗ്രഹീതമായ 8 ദിവസങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഈ സമയം ഒരിക്കലും നഷ്ടമല്ല. പലതും എത്തിപ്പിടിക്കാമെങ്കിലും, പല എൻജോയ്മെൻറ്റിന് നമുക്ക് സമയമുണ്ടാകുമെങ്കിലും അതിനേക്കാളൊക്കെ വളരെ സൗഖ്യദായകമായ അനുഭവമാണ് നമ്മൾ ദേവാലയത്തിലിരിക്കുന്ന ഈ ദിവസം. ശാബത്തുകൾ നഷ്ടപ്പെടുന്നതാണ് മനുഷ്യനിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ഒരു മെഡിക്കൽ വിദഗ്ധൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം ശാബത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊരു വിശ്രമം വേണം. ഈ തിരക്കുകളുടെ ഒഴുക്കിൽ നിന്ന് മാറി ദൈവത്തോടിരിക്കാൻ ഒരു സമയം. പക്ഷേ ഇന്ന് ശാബത്തുകളും നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധന പലർക്കും വിരസമാണ്. ആവർത്തന വിരസതയുള്ളതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ആവർത്തന വിരസതയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ എന്തും കാണുന്നു, അവരുടെ സംസാരം നമ്മൾ എന്തും കേൾക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതെല്ലാം നമ്മളിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ആര് കുർബാന ചൊല്ലുന്നു, അത് എത്രമാത്രം ഗാനാത്മകമാണ്, അതൊന്നുമല്ല പ്രധാനം. വി ആർ കണക്റ്റിംഗ് ടു ഗാഡ്. അതിനാണ് ശക്തി. അതാണ് നമ്മളെ കൂടുതൽ ഊർജം നൽകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവവുമായി കണക്റ്റ് ചെയ്യുന്ന ശാബത്ത് നമുക്ക് നൽകുന്ന ഉന്മേഷം, സൗഖ്യം, വൈകാരിക സന്തുലിതാവസ്ഥ, അമേസിങ്. അതുകൊണ്ട് നിങ്ങൾ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ കടമെടുത്ത് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞെത്തിയിരിക്കുന്ന ഈ നിമിഷം ധന്യമാണ്, സൗഖ്യദായകമാണ്. ദൈവസന്നദ്ധിയിൽ വളരെ ഹീലിംഗ് എഫക്റ്റ് നമുക്ക് നൽകുന്നതാണ്. ലൂക്കോസ് 1-ാം അധ്യായം 28-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം.
കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളിച്ച്. Gabriel appeared to her and said, "Greetings, favored woman. The Lord is with you." ഈ വേദഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടാണ് മറിയാമിന് സംബോധന ചെയ്തത്. ഒന്ന്, കൃപ സമൃദ്ധമായി നൽകിക്കൊണ്ട്. രണ്ടാമത്, God is with you. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവമുണ്ടായിരിക്കും. മാത്രവുമല്ല, പ്രതികൂലതകളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവകൃപയ്ക്ക് പാത്രമായവൾ, കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞവൾ മറിയാം ആയിത്തീർന്നപ്പോൾ അവൾ അനുഗ്രഹീതയായി. അന്ന് നിറച്ച 2000 വർഷം മുമ്പ് നിറച്ച കൃപയുടെ ആ ധന്യമായ ഭാവം ഇന്നും ലോകം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. തലമുറ തലമുറ ഭാഗ്യവതി എന്ന് വിളിക്കും. വലിയൊരു വിസ്മയകരമായ 2 ഗിഫ്റ്റാണ് മറിയാമിന് നൽകിയത്. ഈ അനുഗ്രഹങ്ങൾ നമുക്കും ലഭിച്ചിട്ടുണ്ട്. മാമോദീസയിലൂടെ സഭയുടെ അംഗമായി തീർന്നപ്പോൾ, വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ പാപക്ഷമ ലഭിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 2 അഷ്വറൻസ് ആണ്: ഗ്രേസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ അവർ സോൾ. കൃപ ലഭിച്ച ആളുകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആളുകൾ എങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഒത്തിരി പ്രൊഫൈലുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ, വളരെ ഡിഗ്രിയൊക്കെ പേരിന് പുറകിലും ഒക്കെ എഴുതുന്നവർ, സെലിബ്രിറ്റികളായിട്ടുള്ളവർ, ആളുകൾ ലോകം ആദരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരിൽ നിന്ന് ദൈവം വസിക്കുന്നവരും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരും ആരാണെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുക? ഞാൻ ഔദ്യോഗികമായ പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞതുകൊണ്ടും എനിക്കൊരു സ്ഥാനം സഭ നൽകിയതുകൊണ്ടും എന്നിൽ കൃപ നിറഞ്ഞിട്ടുണ്ടെന്നും എന്നിൽ ദൈവം വസിച്ചിട്ടുണ്ടെന്നും എനിക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവർക്കും അതിൽ താല്പര്യമുള്ളവരും പലപ്പോഴും വിട്ടുപോകാതെ വായിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു എലിജിയാണ്, ചരമ സംഗീതമാണ് എലിജി റിട്ടൺ ഇൻ കൺട്രീസ് ചർച്ചിയാണ്. തോമസ് ഗ്രേയുടെ മനോഹരമായ ഒരു സംഗീതം, ഒരു പോയമാണ് എലിജി റിട്ടൺ ഇൻ കൺട്രി ചർച്ചിയാണ്. അദ്ദേഹം ചെയ്തത് ഒരു വളരെ ശ്മശാനമൂകത നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ ഒരു പള്ളിയുടെ ഒരു ശവത്തേരിയിൽ പോയിരുന്നു. അങ്ങനെയാണല്ലോ പലപ്പോഴും കവികൾക്കും കഥാകാരന്മാർക്കും ഒക്കെ ഭാവനകൾ ഉയരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അവിടെ ആരുമില്ല, നിശബ്ദതയാണ് അവിടെ. അയാൾ മുന്നിൽ കാണുന്നത് അനേകം പരേതരുടെ ഓർമ്മയ്ക്ക് സ്ഥാപിക്കപ്പെട്ട കല്ലുകളാണ്. അയാൾ അതിലേക്ക് നോക്കി. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്ക് നമ്മൾ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ തോമസ് ഗ്രേയിൽ ഉണ്ടായ സൃഷ്ടിപരമായ ചിന്ത മറ്റൊന്നായിരുന്നു. ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ പള്ളി, അവിടെ സെലിബ്രിറ്റീസ് ഒന്നുമില്ല, കർഷകരായ മനുഷ്യർ. ഏതാണ്ട് 1000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് രചിക്കപ്പെട്ട ഒരു കവിതയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് ചിന്തിച്ചത്: ഈ സെമിത്തേരിയിൽ
എത്ര പ്രഗത്ഭരായ ആളുകൾ ഉറങ്ങുന്നുണ്ട്. അവർക്ക് ടൈറ്റിലൊന്നും ഉണ്ടായില്ല, അവർക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി ദൈവം നൽകിയ അല്പത്തിൽ സംതൃപ്തരായി ദൈവത്തോട് ചേർന്ന് ജീവിച്ച മനുഷ്യർ. അദ്ദേഹം അതിലേക്ക് നടന്നു. അതിന് ഒരു പ്രഗത്ഭരുടെ പേരുകളൊന്നുമില്ല, ഒരു പേരുണ്ട്, പേര് മാത്രം. ഐഡന്റിഫൈ ചെയ്യാനുള്ള യാതൊരു ക്വാളിറ്റീസും ഇല്ലാത്തവർ. പക്ഷേ തോമസ് ഗ്രേ പറയുന്നത് അവർ വലിയവരാണ്, ലോകമറിയാത്ത വലിയവർ. അവരാർക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ലേ. അവരുടെ ജീവിതത്തിൽ മുഴുവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു സാധാരണ ജീവിതം. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നില്ലേ? അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല, ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് അവർക്ക് അറിയ പോലുമില്ലായിരുന്നു. 5ഉം 8ഉം 12ഉം മക്കളെയൊക്കെ നെഞ്ചിൽ വെച്ചുകൊണ്ട് മണ്ണെണ്ണ വിളക്കിൽ ഇരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിച്ചു. നീണ്ട പ്രാർത്ഥനയൊന്നും അവർക്കറിയില്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മക്കളെ കാത്തുമില്ല. ആ പ്രാർത്ഥനയുടെ ചൈതന്യമാണ് നമ്മളൊക്കെ. അവരുടെ നിസ്സഹായതയിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഐശ്വര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സമൃദ്ധി. ഇപ്പൊ ദൈവകൃപയും ദൈവ സാന്നിധ്യവും ആരിലാണെന്നറിയാൻ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വഴിയില്ല. പക്ഷേ ആന്തരികമായി അനുഭവിക്കുന്ന അനുഭൂതികൾ, സംതൃപ്തി, അത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. ദൈവ ഇഷ്ടത്തിന് ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് മേരി മാതാവ് മറുപടിയായി പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടലായിരുന്നു. മേരിക്കെന്ന് അറിയില്ല ഞാൻ എന്ത് കോൺട്രാക്റ്റിലാണ് ഒപ്പിടുന്നത്. പക്ഷേ ജീവിതത്തിന്റെ ദിനവൃത്താന്തത്തിന്റെ പേജുകൾ മുമ്പോട്ട് മറയ്ക്കുമ്പോഴാണ് അറിയുന്നത് അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഒപ്പിട്ടലായിരുന്നു. പക്ഷേ ദൈവം നൽകിയ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും നഷ്ടപ്പെടാതെ ശുദ്ധിമതിയായ അമ്മ കുരിശിൽ ചുവട്ട് വരെ അതിനുശേഷവും ജീവിച്ചു. ഇതാണ് മറിയാമിന്റെ ഭാഗ്യം. പലർക്കും ദൈവം നൽകിയ ഈ കൃപകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലരുടെയും ജീവിതം തുടക്കം നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ തുടർന്നുള്ള ജീവിതവും അവസാനവും ഒക്കെ ബ്രേക്ക് ഡൗൺ ആയി പോയതിൻ്റെ നിസ്സഹായത. ബൈബിളിലെ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായി തുടർന്നവനാണ്. എന്തൊരു ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ചിന്തകൾ. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനത്തിൽ താളം തെറ്റിപ്പോയ ഒരു ജീവിതമായി. നന്നായി തുടങ്ങിയത് കൊണ്ടൊക്കെ നന്നായി അവസാനിക്കണമെന്നില്ലേ? ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളിലും സ്ത്രീകളിലുമൊക്കെ ചിന്തകൾ ചേക്കേറിയപ്പോൾ ശലോമോനിൽ നിന്ന് ചൈതന്യം കെട്ടുപോയി. ഒരുപാട് പ്രസംഗിച്ച ആളാണ്, ഒരുപാട് എഴുതിയ ആളാണ്. അതുകൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ പരാജയപ്പെട്ടു. അതൊരു പതനമായിരുന്നു. മറിയാം ദൈവകൃപയും ദൈവ സാന്നിധ്യവും ജീവിതം മുഴുവൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റികളായില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അതിനൊന്നും ദൈവത്തിന് ഒരു പ്രശ്നമില്ല. ദൈവം നമ്മോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരു ഹൃദയവുമായി നമ്മൾ ജീവിച്ചു മതി. നമ്മുടെ മക്കൾ ഐശ്വര്യമുള്ളവരാണ്, നമ്മുടെ ജീവിത പങ്കാളി സംതൃപ്തമാണ്. ദൈവത്തോട് ചേർന്നുള്ള അല്പം ദൈവമില്ലാതെയുള്ള അധികത്തേക്കാൾ ശ്രേഷ്ഠമാണ്. മറിയാമിൻ്റെ നന്മ ദൈവം കൊടുത്ത കൃപയും ദൈവ സാന്നിധ്യവും സൂക്ഷിച്ചു. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതിങ്ങനെയാണ്:
ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി മലിനപ്പെടുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്. അതൊരു ജീവിതത്തിലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുകി വരുന്ന ചാലുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ സംതൃപ്തി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വളരെ കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ്. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളെപ്പോഴും മെഡിക്കൽ ടെക്നോളജിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നവരാണ്. ബ്ലഡ് വർക്ക് ചെയ്യും, ആൻജിയോഗ്രാം ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയെങ്കിലും കുറവുകളുണ്ടോ, എവിടെയെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടോ എന്നറിയാനാണ്. അതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശം തരികയായി. പ്രശ്നമാണ്, ശ്രദ്ധിക്കണം, ജീവിതത്തിൽ വളരെ കരുതലെടുക്കണം, മരുന്നെടുക്കണം എന്ന് പറയും. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവകൃപ വറ്റിപ്പോയാൽ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. ദാവീദ് അപരാധം ചെയ്ത് രാജാവായി സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ, അപ്പോൾ അദ്ദേഹം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടാവാം. തന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടത് അദ്ദേഹം അറിഞ്ഞില്ലേ, അദ്ദേഹത്തിന് മനസ്സിലായില്ല. നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ സംഭവിച്ചതായ ശ്രുതിഭംഗത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മ വന്നത്. ഉടനെ അദ്ദേഹം കരഞ്ഞു, ദൈവമേ, നഷ്ടപ്പെട്ട ആത്മാവിനെ എനിക്ക് തിരിച്ചു തരേ. മനോഹരമാണ് 51-ാം സങ്കീർത്തനത്തിലെ പ്രാർത്ഥന. നമ്മൾ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയും ഈ അന്വേഷണവും ആരംഭിക്കണം. മെഡിക്കൽ ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ചലഞ്ച്, ആരോഗ്യവും നല്ല ജീവിതശൈലിയും നല്ല ഭക്ഷണശീലവും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ നമ്മളിൽ വ്യാപരിക്കുന്ന കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാവ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ട് ആത്മാവ് നഷ്ടപ്പെടുന്നുവെങ്കിൽ, ആത്മചൈതന്യം കെട്ടുപോകുന്നുവെങ്കിൽ വാട്ട് യൂസ്? ഗൗരവമായി ചിന്തിക്കാനുള്ളൊരു വിഷയമാണ്. ബെക്കി ചിൻഡൽ ബർക്കറ്റ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധ സുവിശേഷ പ്രവർത്തകൻ എഴുതിയൊരു മനോഹരമായൊരു ബുക്കുണ്ട്. വളരെ അടുത്തിടെ റിലീസ് ചെയ്തൊരു ബുക്കാണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: 7 ways we limit God's power in our lives. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുന്ന 7 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. We have to know that. നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ ജോലിക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വിജിലൻ്റാണ്, നമ്മൾ വളരെ അലർട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ വളരെ കരുതലുള്ളവരാണ്. അവരുടെ ഭാവി, അവരുടെ സുരക്ഷിതത്വം ഗുഡ്, നല്ലതാണ്. പക്ഷേ the 7 ways we limit God's power in our lives. ദൈവം ഇടപെടുന്നതിന് തടസ്സമുണ്ടാക്കുന്ന നമ്മളിൽ നിന്നുണ്ടാകുന്ന 7 സ്വഭാവങ്ങൾ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ദൈവകൃപയും ദൈവസാന്നിധ്യവും തടയുന്ന ഒന്നാമത്തെ കാര്യം അവിശ്വാസവും സംശയവുമാണ്.
first thing that block God's grace and presence in our life is unbelief and doubt. നമ്മുടെ കർത്താവ് സ്വന്തം നാട്ടിൽ വന്നു, നസ്രത്തിൽ. അടുത്ത ഞായറാഴ്ചത്തെ വേദഭാഗമാണ്. അവിടെ വന്നപ്പോൾ കർത്താവ് അപ്പോഴത്തേക്കും പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. കർത്താവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരവസ്ഥയിലായി. പക്ഷെ നാട്ടുകാർ ഒരു മടുപ്പ്. അവർ പറഞ്ഞു, ഇതാ മറിയയുടെ മോനല്ലേ, അവൻ്റെ അപ്പന് തച്ചനായിരുന്നില്ലേ, അവന് കുറേ നാൾ അതൊക്കെ ചെയ്തുകൊണ്ട് നടന്നവനാണ്. വളരെ ഹ്യൂമിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു കർത്താവിന് ലഭിച്ചത്. എല്ലാവർക്കും ഒരു വിരസത, ഒരു ബഹുമാനമില്ലായി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവരുടെ അവിശ്വാസം നിമിത്തം വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവിന് കഴിയില്ല. ഗലീലയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ജനം വല്ലാതെ സെലിബ്രേറ്റ് ചെയ്തു, ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ നസ്രയത്തിൽ അത് ലഭിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മുടേതായ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊന്നും വലിയ വിലയില്ല. പലരും അത് ഓവർ ജനറലൈസ് ചെയ്യും. അത്തരത്തിലുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസവും സംശയവും കടന്നു വരുമ്പോൾ ദൈവകൃപ തടയപ്പെടും. ഇത് വളരെ മർമ്മം നിറഞ്ഞ ഒരു ആത്മീയ മർമ്മമാണ്. ഇസ്രായേൽക്കാരുടെ മരുഭൂയാത്രയിൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ അനവധിയാണ്. സങ്കീർത്തനങ്ങൾ 78-ാം അധ്യായം 4-ാം വാക്യത്തിൽ 41-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു, സംശയിച്ചു. ഇസ്രായേൽ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അത് കൊണ്ട് വാഗ്ദത്ത നാട്ടിലെത്താൻ വൈകിപ്പോയി. അവർ വളരെ നേരത്തെ എത്തേണ്ടതായിരുന്നു. അവർ പുറപ്പെട്ട അടിമദാസത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താവുന്നതായിരുന്നു കാനാൻ ദേശം. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ വന്നു. സംശയം, അവിശ്വാസം. നീണ്ട 40 വർഷത്തോളം ആ യാത്ര തുടർന്നു. ഒരു ഭക്തന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, എന്നെ വളരെ ആകർഷിച്ച് ഞാനത് വായിക്കുകയാണ്: When we doubt God, we are essentially closing the door on His ability to work fully in our circumstances. Faith, at the same time, the key that unlocks the door to God's unlimited potential. സംശയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ വാതിലുകൾ അടയ്ക്കപ്പെടുകയാണ്. വിശ്വസിക്കുമ്പോൾ വിശ്വാസം എന്ന താക്കോൽ കൊണ്ട് വാതിൽ തുറക്കുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ ജീവിതത്തിലെ ചില സഹനങ്ങളിൽ, ചില സംഘർഷങ്ങളിൽ നമ്മൾ അവിശ്വസിച്ചു പോകും, നമ്മൾ വല്ലാതെ പതറിപ്പോകും. പക്ഷേ ആ സാഹചര്യങ്ങൾ ദൈവകൃപ ലഭിക്കുന്നതിന് തടസ്സമാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു: പീറ്റർ, സാത്താൻ നിന്നെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. കർത്താവ് എന്താ ചെയ്തത്? അനുവാദം കൊടുത്തു. പക്ഷേ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ചില രോഗങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ നമ്മൾ അങ്ങ് തളർന്നു. ലോർഡ്, ഐ കനോട്ട് ബെയർ ഇറ്റ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഇടർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്.
കുടുംബത്തിലൊക്കെ ചില പ്രശ്നമുണ്ടാകുമ്പോൾ ചിലപ്പോൾ അറിയില്ലാതെ നമ്മൾ പറയും മരിച്ചാൽ മതിയായി. പറയാൻ പാടില്ലാത്തതാണ്. ജീവിക്കാൻ തന്നതാണ് ജീവിതം. ആ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട മക്കളാണ് ഒരിക്കലും മരിക്കുന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. വിശ്വാസത്തിന്റെ ത്യാഗമാണ് അവിടെ നടക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം എതിർപ്പും അനുസരണക്കേടുമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഡിഫൻസിവ്. നമുക്കറിയാം, പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമുക്ക് ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് കുടുംബത്തിലെ ജീവിത പങ്കാളിയോടായിരിക്കാം, മക്കളോടായിരിക്കാം, മാതാപിതാക്കളോടായിരിക്കാം, ജോലിയിലായിരിക്കാം, ദൈവത്തോടായിരിക്കാം. എപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് വളരെ എതിർപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവകൃപ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. അനുസരണം കൃപയുടെ വാതിൽ തുറക്കും, എന്നാൽ അനുസരണക്കേട് ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ അടയ്ക്കുന്നതാണ്. 1 സാമുവേൽ 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശൗൽ രാജാവിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. ആ കാലത്ത് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ഇന്നത്തെ പോലെ ബാലറ്റ് സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. ബാർഗെയിൻ ചെയ്ത് ഞാൻ വലിയ ആളാണെന്ന് തെളിയിച്ച് ജനങ്ങളുടെ അപ്രീതിയും റേറ്റിംഗും ഒക്കെ നേടി ആയിരുന്നില്ല. ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവപ്രവാചകന്മാർക്ക് ഒരു ഇൻഹ് കൊടുക്കും, ഞാൻ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ അഭിഷേകം ചെയ്യും. ശൗലിന്റെ യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല ദൈവം രാജാവായി വാഴിച്ചു. പക്ഷേ രാജാവായി കഴിഞ്ഞപ്പോൾ ശൗല് തീരുമാനിച്ചു, ഇനി എൻ്റെ തീരുമാനമാണ്, ദൈവം എന്തുവെന്ന് പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. സൗൽ, ഡു ദിസ്, ഗോ ഇൻ ദിസ് വേ. ശൗൽ രാജാവ് പറഞ്ഞു, ഞാനൊരു രാജാവാണ്, എനിക്ക് കോമൺ സെൻസ് ഉണ്ട്, ഞാൻ തോന്നിയതുപോലെ ചെയ്യും. യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള സാമുവേൽ പ്രവാചകന്റെ ഒരു പരാമർശം ഇങ്ങനെയാണ്: മാത്സര്യം, എതിർപ്പ് മന്ത്രവാദം പോലെ മഹാപാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധനയാണ്. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. യു ആർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ്, നോ മോർ. ദൈവത്തോടുള്ള നിഷേധ മനോഭാവം ദൈവകൃപ തടയുന്നതിന് കാരണമാണ്. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനേകം നല്ല നിയോഗങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായി. ഇത് വളരെ ദയനീയമായ പലരുടെയും ജീവിതത്തിലെ പതനമാണ്. നമ്മൾ ആരോട് എതിർക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ശൗൽ, പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനും അവരെ അമർച്ച ചെയ്യുന്നതിനും വളരെ വൈകാരികമായി തേരോട്ടം നടത്തിയപ്പോൾ, ശൗലേ ശൗലേ, നീ എന്തിനെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു എന്നല്ല ചോദിച്ചു. Why do you hurt me? എന്തിനാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ എതിർപ്പും വിദ്വേഷവും അടിച്ചമർത്തലും നമുക്ക് ചുറ്റുമുള്ള ആരോടെങ്കിലും കാണിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ഏറ്റുമുട്ടലാണ്. ദൈവത്തോട് ഏറ്റുമുട്ടാൻ ആർക്കും കഴിയില്ല. ശൗലിന്റെ മാനസാന്തരം അവിടെയാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള ഏറ്റുമുട്ടലാണെന്നുള്ള തിരിച്ചറിവ് വലിയൊരു മാറ്റമുണ്ടായി. ദൈവ കൃപ തടയുന്നത് അനുസരണക്കേടും വിദ്വേഷവും. യോന
ദൈവത്തെ എതിർത്താണ് കപ്പലിൽ പോയി കിടന്നത്. ആരറിയാൻ? ഞാനൊരു പ്രവാചകനാണ്, തർസീസിലേക്കുള്ള യാത്രയിലാണ്, ഞാൻ ദൈവത്തെ നിഷേധിച്ച വ്യക്തിയാണെന്ന് ആരറിയുക? പക്ഷെ ദൈവം അതറിയിച്ചു. കോളിളക്കമുണ്ടായി. അനുസരണക്കേട് യോനയ്ക്ക് മാത്രമല്ല, കപ്പലിലുള്ള എല്ലാവർക്കും ഡിസ്റ്റർബായി. ദൈവം ജീവിതത്തിൽ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, why this happens? എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ അനുസരണക്കേടിൻ്റെ കൃപാവരങ്ങൾ തടയുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത് എന്നൊരു ചിന്ത നമ്മളിലുണ്ടാകണം. മാതാവ് ഇതിനൊരു മറുപടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അനുസരണക്കേടും ദൈവനിഷേധവും നമ്മുടെ കൃപാവരങ്ങൾ തടയാതിരിക്കാൻ മാതാവ് പറഞ്ഞു തരുന്നത് 1 ലൂക്കോസ് 1:38 അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കും. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്കിതുപോലുള്ളൊരു കാഴ്ചപ്പാട് ദൈവം അറിഞ്ഞു വരുന്നതാണ്. ദൈവത്തിന് നിർദ്ദേശം, അതിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും. ദൈവമേ, സകലങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും വഴിയിൽ നിന്ന് മാറ്റണം. അത് കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിച്ചു തന്നിട്ടുണ്ട്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. പക്ഷേ മാറ്റമില്ലാത്ത പരീക്ഷണങ്ങൾ, ചില മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. അസ്വസ്ഥരാകരുത്, വയലന്റ് ആകരുത്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രോസസ് നമ്മളിൽ തുടങ്ങുമ്പോൾ we have to keep Mary's approach. അവിടുത്തെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. പ്രതിസന്ധികളും അനുസരണക്കേടും നിഷേധ സ്വഭാവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് സെലിബ്രിറ്റി ആയിക്കൊള്ളട്ടെ, എത്ര അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഡിവൈൻ റിമോട്ടിലൊന്ന് വിരൽ വെച്ചാൽ നമ്മൾ താഴെ. ചരിത്രം സാക്ഷി, നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവകൃപ തടയുന്ന അനുസരണക്കേടും നിഷേധ ചിന്തകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്, ദൈവകൃപയും സാന്നിധ്യവും തടയുന്ന 2 നിഷേധ വികാരങ്ങളാണ് ഭയവും ആകാംക്ഷയും. Fear and anxiety, 2 negative emotions that hinder God's divine providence and peace. ആർക്കാണ് ഈ കൾച്ചറിൽ നിഷേധ വികാരങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയുക? നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലേക്കും കോളേജിലേക്കും വിട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മിനിമം ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ട്. ഗൺ വയലൻസിൻ്റെയും അതിക്രമങ്ങളുടെയും ദുരന്ത വാർത്തകൾ കേൾക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചിന്തിച്ച് ഭയപ്പെടാത്തവരാരുണ്ടാവും. ഒരു വീട്ടമ്മയുടെ ഒരു അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോകാനായിട്ട് വണ്ടി മുമ്പിൽ വന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ ഏൽപ്പിക്കുന്ന അത്ര പ്രയാസമുള്ള കാര്യമാണല്ലേ. അവരെ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ഒരു സമയത്ത് ഒരു റിലാക്സ്ഡ് ലൈഫിൽ നിന്ന് ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് ഇറങ്ങാൻ വളരെ മടിയായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ആദ്യ ദിവസം സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിനെ 2പേരെയും ചേർത്ത് നിർത്തിയിട്ട് ബൈബിൾ തുറന്ന് ഒരു 2 വാക്യം ഉറക്കെ വായിച്ചു.
എന്നിട്ട് കുഞ്ഞുങ്ങളെ വണ്ടിയിലേക്ക് കയറ്റി. അവർ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതം നൽകാൻ അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് കഴിയില്ല. അങ്ങനെ ഒരു ഉറപ്പ് എനിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞാണ് ഞാൻ ദിവസവും പറഞ്ഞു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ FBI-യിലെ വളരെ ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. പക്ഷേ എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതം ഉറപ്പാക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇവിടുത്തെ ഹൈ നെറ്റ്വർക്ക് ഹോംലാൻഡ് സെക്യൂരിറ്റി കഴിയില്ല. Only God can do that. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ പോയാതെ ഒരു കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും വിടാറില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഭയമുണ്ട്, ആകാംക്ഷയുണ്ട്, പക്ഷേ അത് നമ്മെ കീഴടക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഫിയറിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഫിയർ ക്യാൻ പാരലൈസ് us, leading to missed opportunities to partner with God in His work. ചില ദിവസമൊക്കെ നമുക്ക് തോന്നാറില്ലേ, പ്രാർത്ഥിക്കാൻ വയ്യ, tired, miserably faint, how can I pray? നിഷേധ വികാരങ്ങൾ, വേലിയേറ്റങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രാർത്ഥിക്കുന്നില്ല, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? But we have to pray. നിഷേധ വികാരങ്ങൾ മനസ്സിൽ വേലിയേറ്റം നടത്തുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, വരാൻ പോകുന്ന സമയം വളരെ കഷ്ടം നിറഞ്ഞതാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പീറ്ററിനും കൂട്ടുകാർക്കും കൊടുത്ത ഉപദേശമാണ് നിഷേധ വികാരങ്ങളുടെ വേലിയേറ്റം. കർത്താവ് ഒരു ദിവസം അത്ഭുതകരമായി തിരകൾക്ക് മീതെ നടന്നു വരുന്നത് പത്രോസും ശിഷ്യന്മാരും കണ്ടു. ആദ്യം വിചാരിച്ചത് ഭൂതമാണ്, പക്ഷെ കർത്താവ് പറഞ്ഞത് ഞാനാണ്. അപ്പോൾ പീറ്റർ പറഞ്ഞു, അവിടെ നിന്നാണ് ഈ വരുന്നതെങ്കിൽ എന്നെയും ഒന്ന് നടക്കാൻ അനുവദിക്കാമോ? ഈ തിരകൾക്ക് മീതെ ഞാനും നടന്നു വരട്ടെ. യേശു പറഞ്ഞു, വന്നോളൂ, കം പീറ്റർ. ആളുകൾക്ക്, കടയിൽ ഇരുന്നവർക്കൊക്കെ അത്ഭുതം തോന്നി. പത്രോസ് കാലെടുത്ത് വെച്ച് അങ്ങ് നടക്കുകയാണ്. അദ്ദേഹം മുമ്പവനാണ്. കടലിന്റെ തിരകളുടെ അപകടങ്ങളൊക്കെ അറിയാവുന്ന മനുഷ്യൻ നേരെ കടലിന്റെ മീതെ നടന്നു പോകുന്നു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് പത്രോസിന്റെ മുക്കുവൻ സജീവനായി. വേറെയാ ഞാനിവിടെ നിൽക്കുന്നത്, ഗലീല കടലിന്റെ ഓളങ്ങൾക്ക് മീതിയല്ലേ ഞാൻ നിൽക്കുന്നത്, ദേഹം കിടക്കുന്നു. ആകാംക്ഷയും ഭയവും മനസ്സിൽ വന്നപ്പോൾ അതുവരെ അവനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങളുടെ ചാലക ശക്തി കട്ടഫായി. പത്രോസ് മുങ്ങി. ക്രിസ്തു അവനെ കൈനീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്: അല്പവിശ്വാസി, നീ എന്തിനാ സംശയിച്ചത്? ഓ you little faith, why did you doubt? സംശയം നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ ദൈവകൃപയിലുള്ള ആശ്രയം നമുക്ക് കുറയും. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശക്തരാക്കേണ്ടത് അവർ വളരെ സംശയ മനസ്കരാണ്. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. പഠനം, ജീവിതത്തിലെ വെല്ലുവിളികൾ, ഫ്രണ്ട്ഷിപ്പിലുള്ള ചില മുറിവുകൾ, അത്തരത്തിലുള്ള വലിയ ഭയങ്ങൾ അവർ കൈകാര്യം ചെയ്യും. അവരെ നമ്മൾ യുക്തി പറഞ്ഞല്ല അവരെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്, കോമൺ സെൻസ് പറഞ്ഞിട്ടല്ല, നമ്മുടെ കർത്താവിലുള്ള ആശ്രയത്തിലാണ്. You know what is the name of God? Emmanuel. The God is with us, and that is with you. Don't worry. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, എന്തേ ഇങ്ങനെ സംശയിച്ച്? ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇറക്കാൻ സാത്താൻ അയക്കുന്ന മിസൈലുകളാണ്. So we should be
വെരി കോഷ്യസ്. സംശയം ദാമ്പത്യ ബന്ധത്തിൽ കടന്നു വരുമ്പോൾ അതൊരു മിസൈലാണ്. നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പല ദാമ്പത്യ ബന്ധങ്ങളും ഇടഞ്ഞതും തകർന്നതുമൊക്കെ സംശയങ്ങളുടെ മിസൈലുകൾ കടന്നു വന്നപ്പോൾ. പല സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നു പോയത് സംശയത്തിലാണ്. എന്താണ് തകർന്നു പോണതിന്റെ കാരണം? സംശയം വരുമ്പോൾ ദൈവകൃപ പ്രവഹിക്കാൻ കഴിയാതെ. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അപകട സാഹചര്യങ്ങളാണ്. പത്രോസ് ശ്ലീഹ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സമീപനമുണ്ട്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടു. ഈ സംശയവും ആകാംക്ഷയും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വളരെ കർത്താവേ ഇത് അവിടെ നിന്ന് മേടിച്ചു. ഐ കമ്പയർ ഇറ്റ്. നമുക്കറിയാം, ഫാർമക്കോളജി വളരെ ഡെവലപ്പ് ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആകാംക്ഷ, വിഷാദം, ഇൻസോംനിയ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുകളുണ്ട്. എന്നാൽ ആന്റി ഡിപ്രസന്റിനും മറ്റ് മേജർ ട്രാങ്കുലൈസേഷനും ശാന്തത തരാൻ കഴിയാത്ത വികാരങ്ങൾ, സംശയങ്ങൾ, നിഷേധ മനോഭാവങ്ങൾ, ആകാംക്ഷകൾ, ഇതൊക്കെ കഴിച്ചിട്ട് മനസ്സ് ശാന്തമാകാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരാൾക്കുണ്ടായി. ആരാണെന്നറിയാമോ? ദാവീദ്. മകനെ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി കാട്ടിലൂടെ നടന്നു അവസാനം ദാവീദ് പറഞ്ഞു, എനിക്ക് വയ്യ, കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, ഞാൻ ഈ നിലത്ത് കിടക്കുക. കൂടെ കുറച്ചു പേരുണ്ട്. അവരൊക്കെ കരിയിലെയും മറ്റു സൗകര്യങ്ങളൊക്കെ വിരിച്ച് അദ്ദേഹത്തിന് കിടക്കാൻ ഒരു മെത്തയുണ്ടാക്കി. ഇന്നലെ ഇവിടെ കിടന്ന ആളാണ്, കൊട്ടാരത്തിൽ സുരക്ഷിതമായ കാവലിൽ ഇന്ന് നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ദാവീദ് ഒരു സങ്കീർത്തനത്തിലെ വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ എന്നെ നിർഭയം വസിക്കും. അതാണ് നമ്മുടെ പിതാക്കന്മാർ ആ സങ്കീർത്തനമാണ് ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയായി എഴുതിച്ചേർത്തിരിക്കുന്നത്. മേജർ ട്രാങ്കുലൈസേഷനേക്കാൾ, ആന്റി ഡിപ്രസന്റിനേക്കാൾ, ആങ്സിയോളജിനേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം. അത് നമുക്ക് ഉറക്കം തരും. അത് നമ്മുടെ ആത്മശരീര മനസ്സുകളിൽ സാന്ത്വനം പകരും, സ്വസ്ഥത തരും, പ്രതികൂല വികാരങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ജീവിതത്തിലെ നിഷേധ വികാരങ്ങളും സംശയങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനുമായി ബലപ്പെടുത്തം നടത്താതെ, അതിൻ്റെ പുറകെ അന്വേഷണം നടത്താതെ ദൈവത്തോട് പറയും, ദൈവമേ, സംശയം എന്ന ദുഷ്ടവികാരം എന്നെ വല്ലാതെ അസ്വസ്ഥമാണ്. സംശയം ഒരു ഇരുട്ടിൻ്റെ യാത്രയാണ്. സംശയത്തിൻ്റെ വഴിയിലൂടെ നടന്നവരെല്ലാം ഇടറിപ്പോയിട്ടുണ്ട്, വഴിതെറ്റിപ്പോയിട്ടുണ്ട്. Lord, give me insight. ദൈവകൃപ തടയുന്ന സംശയങ്ങളെ ഒരിക്കലും നമ്മൾ കീഴ്പ്പെടുത്തരുത്. നാലാമത്, ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും തടയുന്നത് അഹങ്കാരവും സ്വയ കേന്ദ്രീകരണവുമാണ്. Pride and self-centeredness are two characters that block God's grace and presence. കളപ്പുരകൾ നിറഞ്ഞ ഒരു ധനവാനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളപ്പുരകൾ നിറഞ്ഞതൊന്നും ഒരു തെറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഉണ്ടായതും തലമുറകളിലേക്ക് അനുഭവിക്കാൻ തക്കവണ്ണം റിച്ച് ആയതും ബില്യനറൊക്കെ ആയത്. അതൊന്നും തെറ്റില്ല. He worked hard and he earned it. That's okay. അതൊന്നും ഒരു തടസ്സമല്ല. ധനം നമ്മുടെ അധ്വാനത്തിലൂടെ, നീതിമാർഗത്തിലൂടെ നേടുന്നതൊന്നും തെറ്റില്ല. പക്ഷേ ഈ ധനവാൻ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, കളപ്പുരകൾ പൊളിച്ചു പണിയും. തലമുറകളോളം എൻ്റെ ആത്മാവെ തിന്നുക, സുഖിക്കുക,
there is no word of praise and thanksgiving to God. ഈ സമ്പന്നത പലപ്പോഴും ആളുകളെ ദൈവകൃപ തടയുന്നതിന്, ലഭിക്കുന്നതിന് തടസ്സമാക്കുന്നത് അഹങ്കാരമാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ എത്ര വിനയാന്വിതരായിരുന്ന ആളുകൾ സമ്പത്തിലും സമൃദ്ധിയിലും മുന്നേറുമ്പോൾ ഒരു വളരെ കഠിന മനുഷ്യരാകുന്നു. ആവശ്യമില്ലാത്ത ചില ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ വളരുന്നു. ഒരിക്കലും കൂടെ ചേർക്കാൻ കൊള്ളില്ലാത്ത സുഹൃത്തുക്കൾ കടന്നു വരുന്നു. ദൈവകൃപ തടയുന്ന അഹങ്കാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അത് പലപ്പോഴും നമുക്ക് തടസ്സമാണ്. അഹങ്കാരവും ദൈവത്തോടുള്ള കൃതജ്ഞതയും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കണം. ദൈവകൃപ തടയപ്പെടുകയാണ്. അഞ്ചാമത്തത്, പ്രാർത്ഥനയിൽ നിന്നും ദൈവബന്ധത്തിൽ നിന്നും പിന്മാറ്റത്തിന് കാരണമാകുന്നത് പ്രാർത്ഥനയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. പലപ്പോഴും നമുക്ക് പ്രാർത്ഥന ഒരു ചടങ്ങായി തീരാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ശരീര മനസ്സുകൾ എവിടെയൊക്കെയോ ആയിരിക്കുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങായി പോകാറുണ്ട്. പലപ്പോഴും പള്ളിയിൽ വന്ന് നമ്മൾ ആരാധനയിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഇരിക്കും. അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും, കുരിശു വരയ്ക്കും, പോസ്റ്ററിംഗ് ഒക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളെ അവിടെ ഇരുത്തിയിട്ട് ഇറങ്ങിപ്പോകും. പല കാര്യങ്ങളാണ്, പല കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഥകൾ. ഇതറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ 9 അനൗൺസ്മെന്റ് പ്രത്യേകം കുർബാനയിൽ ശുശ്രൂഷക്കാരൻ പറയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു സമയമാണ്, നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. പലപ്പോഴും അതുപോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലൊരു സാധാരണത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥന ഒരിക്കലും ചടങ്ങാണ്. ആദ്യകാലത്തെ ദൈവമക്കളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു മനോഹരമായ പ്രഖ്യാപനം അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. താല്പര്യപൂർവ്വം പരിശുദ്ധാത്മാവ് വളരെ ശ്രദ്ധിച്ച് തന്നെ ചേർത്തതാണ് ആ ഒരു വാക്ക്, താല്പര്യപൂർവ്വം. നമ്മുടെ ആരാധനയിൽ നമുക്ക് വിരസത വരുന്നത്. വി ഹാവ് ടു അലർട്ട് ourselves. I am in front of God. സർവചരാചരങ്ങളെയും ഗാലക്സിയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം, സാന്നിധ്യബോധം നമ്മളിൽ തന്നെ ഉണർത്തണം. ഇത് സഭാപിതാക്കന്മാർ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക മാത്രമല്ല, എങ്ങനെ ഇരിക്കണമെന്ന് മോർ അപ്രേം മനോഹരമായ ഒരു അപ്രേമിന്റെ അനുതാപത്തിന്റെ മെമ്മറിയിൽ പറയുന്നുണ്ട്. ഞാൻ 2 വാക്കുകൾ, 2 സ്റ്റാൻസ് പാടുകയാണ്. ആത്മശരീര മനസ്സുകള എന്നോടെ തിരുമുൽ കാഴ്ചകളെ താതസുദാശ്വാസ പ്രദനേ അൻപൊടു കൈക്കൊണ്ടേടണമേ. What amazing, അല്ലേ? ആത്മശരീര മനസ്സുകളാകുന്ന എൻ്റെ തിരുമുൽ കാഴ്ചകളെ നിന്റെ മുമ്പിൽ തരികയാണ്. ഇതൊരു കോൺസെൻട്രേഷൻ, എന്തൊരു സമർപ്പണമാണ്. അത് സ്വീകരിച്ചാൽ തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ
ദേഹമാശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണം. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ശരീരം മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ആന്തരിക മനസ്സിൽ ഒരുപാട് മാലിന്യം, ലോട്ട് ഓഫ് ഇൻഗ്രീഡിയൻസസ്. ശുദ്ധീകരിക്കുക. നമ്മുടെ പ്രാർത്ഥന ഇതേപോലെയാണ്. ദൈവവുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു സാന്നിധ്യബോധത്തിൽ നമ്മളിരിക്കണം. കുർബാന ഒരു വളരെ ആദരിക്കപ്പെടുന്ന നമ്മുടെ സഭയിലെ ഒരു പുരോഹിതൻ പറഞ്ഞു, ഇറ്റ് ഇസ് എ സ്പിരിച്വൽ ഡയാലിസിസ്. സ്പിരിച്വൽ ഡയാലിസിസ് എന്നെ വളരെ അട്രാക്ട് ചെയ്തൊരു പദമാണ്. നമുക്കറിയാം, ഡയാലിസിസ് ചെയ്യുന്നത് ശരീരത്തിൽ ഒരുപാട് റെസിഡ്യൂസ് ഒക്കെ വരുമ്പോൾ ക്ലീൻ ചെയ്യുവാൻ അതിനെന്ത് ചെയ്യണം? ഡയാലിസിസ് സെന്ററിൽ പോകണം, അവിടെ കിടക്കണം. ആ പ്രോസസ്സ് പൂർത്തിയാകുന്നത് വരെ നമ്മുടെ ശരീരം മെഷീന് വേണ്ടി സമർപ്പിക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ബ്ലഡിൽ നിന്ന് നീക്കം ചെയ്യും. വി ആർ പ്യുവർ. ഓരോ കുർബാനകൾ നമ്മുടെ ആത്മശരീര മനസ്സുകളെ സമർപ്പിച്ച് നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇറ്റ്സ് എ സ്പിരിച്വൽ ഡയാലിസിസ്. ആര് കുർബാന ചൊല്ലുന്നു എന്നുള്ളതല്ല, എവിടെ നമ്മൾ കുർബാന കാണുന്നു എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാനും റിലേറ്റ് ചെയ്യുവാനും തയ്യാറാകുമ്പോൾ ശുദ്ധീകരണ പ്രക്രിയ, ഒരു പുതുക്കം നടക്കും. അത്ര മനോഹരമാണ് നമ്മുടെ പ്രാർത്ഥന. അതിൻ്റെ സംവിധാനങ്ങൾ ഇസ് അമേസിംഗ്ലി ഗ്രേറ്റ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു നിമിഷത്തേക്കോ ഒരു സമയത്തേക്കോ യാമത്തിലേക്കോ ആകാതെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നാണ്. ദൈവമേ കരുണ തോന്നുന്നു ഒരു പ്രാർത്ഥനയാണ്. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ us. ദൈവമേ, ഇന്നത്തെ എൻ്റെ ജോലിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ദൈവമേ കൂടെ ഉണ്ടാകണം. പ്രാർത്ഥനയാണ്. എന്തൊരു മർമ്മപ്രധാനമായ ഒരു സമീപനമാണ്. ആറാമത്, ദൈവത്തിൻ്റെ സാന്നിധ്യം തടയുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ദൈവത്തെക്കാൾ അധികമായി നമ്മൾ സ്നേഹിക്കുന്ന ബന്ധങ്ങളും ലോകവും വിഗ്രഹങ്ങളുമൊക്കെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടും. യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് പീഠങ്ങളെ മറച്ചിട്ടു, മേശകളെ തട്ടി നീക്കി, നാണയങ്ങൾ തെറിപ്പിച്ചു. Why did you do that? പരീശന്മാർ ചോദിച്ചു. ഇതെന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ്. ഇപ്പോഴത്തെ കള്ളന്മാരുടെ ഗുഹയാണ്. I cannot tolerate this. നമ്മുടെ ഹൃദയത്തിന്റെ ആൾക്കാരിൽ വിഗ്രഹങ്ങൾ അനുമതിയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നതെല്ലാം വിഗ്രഹങ്ങൾ. All the God's substitutes are idols. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഏതൊക്കെ വിഗ്രഹങ്ങളാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതൊക്കെ ദൈവകൃപയെ തടയുന്നതാണ്. കൊച്ചു കുട്ടികൾ മീഡിയയിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ചില സുഹൃബന്ധങ്ങൾ, ചില താല്പര്യങ്ങൾ, ചില അഡിക്ഷൻസ്, അത് നമ്മളുടെ മനസ്സിലെ വിഗ്രഹമാണെങ്കിൽ ദൈവകൃപ നമ്മൾ ഏറ്റെടുക്കുന്നതിന് തടസ്സമായി തീരും. നമ്മൾ ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി, മാപ്പ് കൊടുക്കുവാൻ തയ്യാറില്ലെങ്കിൽ, വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ദൈവകൃപ തടയും. വളരെ ഡെട്രിമെൻ്റലായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്.
നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരിഭവങ്ങളുടെ, വിദ്വേഷങ്ങളുടെ അക്കൗണ്ട്സ്, നിഷേധവികാരങ്ങൾ, പ്രതികാര ചിന്തകൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും കരുണയും ചാലുകളായി ഒഴുകിയെത്തുന്നതിന് തടസ്സം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഒരു കണ്ടീഷണൽ പ്രെയറാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തോട് പറയുന്നു, ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവമേ നീ ക്ഷമിക്കണം. അത് കുറച്ചുകൂടി വ്യക്തമായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ പാപക്ഷമയുടെ അനുഭവം തടയപ്പെടും. You have to forget and forgive. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. നീതിയിൽ വിധിച്ചേയും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ദൈവകൃപയും ദൈവസാന്നിധ്യവും തടയുന്ന 7 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് നമ്മൾ ചിന്തിച്ചു. അവിശ്വാസവും സംശയവും ദൈവകൃപ തടയപ്പെടും. എതിർപ്പും അനുസരണക്കേടും ദൈവകൃപ തടയപ്പെടും. നിഷേധ വികാരങ്ങളായ ഭയവും ആകാംക്ഷയും ദൈവകൃപ തടയപ്പെടും. അഹങ്കാരവും സ്വയകേന്ദ്രീകരണവും ദൈവകൃപ തടയപ്പെടും. പ്രാർത്ഥനയിലുള്ള അലസതയും പിന്മാറ്റവും ദൈവവുമായുള്ള ബന്ധവും കൃപാവരങ്ങളുടെ ചാലുകളും വിച്ഛേദിക്കപ്പെടുവാൻ കാരണമാകും. ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്ന ലോകവും ബന്ധങ്ങളും ദൈവകൃപയ്ക്ക് തടസ്സമായി തീരും. മനസ്സിൽ സൂക്ഷിക്കുന്ന വിദ്വേഷവും വെറുപ്പും ദൈവകൃപ സ്വീകരിക്കുന്നതിന് തടസ്സമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടത്തിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് മേരി മാതാവിൻ്റെ ശ്രേയസ്കരമായ പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ എൻ്റെ ദൈവമേ, ഞങ്ങളിൽ ഈ ആത്മീയ രോഗങ്ങളുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിക്കണമേ. ഞങ്ങൾക്ക് തിരിച്ചറിവും വിവേകവും തരണമേ. കൃപ തടയുന്ന, ദൈവ സാന്നിധ്യത്തെ തടഞ്ഞു നിർത്തുന്ന ആത്മീയ രോഗങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ സ്വർഗീയ വൈദ്യ അവിടുന്ന് ചികിത്സ ആരംഭിക്കണമേ. കാൽവറിയിലെ പുണ്യരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ തൊട്ട് ഞങ്ങളിലെ ആന്തരിക ആത്മീയ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. നിഷേധവികാരങ്ങളുടെ തിരമാലകളെ ശാസിച്ച് ശാന്തമാക്കണം. ദൈവമേ, ഇന്ന് ഞങ്ങളെ കൂട്ടിച്ചേർത്തത് ഒരു യാദൃശ്ചികമായ സംഭവമാകാതെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കൂട്ടിച്ചേർത്തു എന്ന് ചിന്തിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മനുഷ്യ ശബ്ദം കേൾക്കുവാനല്ല കർത്താവേ എന്ന് ഞങ്ങൾ വന്നത്. ഞങ്ങളിലെ ആത്മീയ രോഗങ്ങളെ തിരിച്ചറിയുവാൻ, സൗഖ്യദായകനായ അങ്ങയുടെ മുമ്പിൽ ഹൃദയം വെച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപ തടസ്സപ്പെടാതിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവമേ ഞങ്ങൾക്ക് ആന്തരിക സൗഖ്യവും സമാധാനവും ശാന്തിയും തരേണം. ഞങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന, ഞങ്ങളിൽ ഒഴുകിയെത്തുന്ന കൃപാവരങ്ങൾ ഞങ്ങളുടെ മക്കളിലേക്കും തലമുറകളിലേക്കും പോകുവാൻ
തടസ്സമാകാതിരിക്കാൻ ദൈവമേ അത്ഭുതകരമായ വിടുതലും ദൈവീകമായ ശക്തിയും കൊണ്ട് ഞങ്ങളുടെ ആന്തരിക ഹൃദയങ്ങളെ വെടിപ്പാക്കണമേ, ശുദ്ധീകരിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ